he's being a hypocrite here, and India is right to stand up for its rights and not to cower. In fact, I do believe that Donald Trump, once he is gone, that U.S.-India relations will improve. But the fact that we are suffering this stress test right now, with Donald Trump being gratuitously insulting to India, and the fact that Prime Minister Modi is standing up for India's rights, is going to be the episode that historians remember, where the United States truly learned that you cannot kick India around. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, ട്രംപിന്റെ നിലപാടിനെ ശക്തമായ ഭാഷയിലാണ് മൈക്കൽ റൂബിൻ വിമർശിക്കുന്നത്. ഒരുപക്ഷെ ഭാരതത്തിന് മേൽ ചുമത്തിയ ഈ അധിക താരിഫ് വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഏൽക്കേണ്ടി വരുന്ന ഒരു സാമ്പത്തിക ആഘാതമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ മൈക്കൽ റൂബിൻ വിമർശനം ഉന്നയിക്കുന്നത്? ഉന്നയിക്കുന്ന വിമർശനം വളരെ രൂക്ഷവും ശക്തവുമാണ്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയ്ക്ക് അതുണ്ടാക്കുന്ന, അതായത് ഇന്ത്യക്ക് 50%, മൊത്തത്തിൽ 50% താരിഫ് ഏർപ്പെടുത്തിയ നടപടി അമേരിക്കയുടെ വിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വളരെ കൃത്യമായ ചില നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത്. അതായത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇക്കാര്യത്തിൽ ട്രംപ് ചെയ്തത്, ഭാരതത്തോട് ചെയ്ത അധിക താരിഫ്, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ മാസം 7-ാം തീയതി മുതൽ നടപ്പിൽ വരുന്ന 25% താരിഫും സെപ്റ്റംബർ 17 മുതൽ നടപ്പിൽ വരുന്ന മറ്റൊരു 25% താരിഫും ചേർത്ത് സെപ്റ്റംബർ 17 മുതൽ ഭാരതത്തിന് അപ്ലിക്കബിൾ ആവുന്ന താരിഫ് 50%. ഈ 50% താരിഫ് ഏർപ്പെടുത്തിയതിലൂടെ ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വൻ വിലവർദ്ധനയ്ക്ക് കാരണമാകുമെന്നും അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ പോലും അതിഗംഭീരമായി സ്വാധീനിക്കുന്ന രീതിയിൽ ആ വിലവർദ്ധനവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു തിരിച്ചറിവ് നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൃത്യമായും ഒരു വിമർശനമായി ഇപ്പോൾ റൂബിൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഭാരതത്തോട് ചെയ്ത വലിയൊരു അബദ്ധമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആരെങ്കിലും ട്രംപിന് പറഞ്ഞു കൊടുക്കണം, ട്രംപ് ഒരു കാപ്പട്യക്കാരനാണ്. അതിനും അദ്ദേഹം തെളിവ് നിരത്തുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായാണ് 25% അധിക താരിഫ് ട്രംപ് ഭാരതത്തിന് ചുമത്തിയതെങ്കിൽ റഷ്യയിൽ നിന്ന് പെല്ലാഡിയവും അതുപോലെ തന്നെ ന്യൂക്ലിയർ ആണവായുധങ്ങളുടെ ഘടകങ്ങളും ആണവ ഇന്ധന ഘടകങ്ങളെല്ലാം തന്നെ റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങുന്നുണ്ട്. ആ വാങ്ങുന്നത് തുടരുകയും അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഭാരതം നടത്തരുത് എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നത് ഒരുതരം ബുദ്ധിശൂന്യതയാണ്. അത്തരം ബുദ്ധിശൂന്യത നടപ്പാക്കിയത് ഭാരതം തിരിച്ചറിയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.